പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ആമേൻ. കർത്താവേ, എൻ്റെ കുഞ്ഞുങ്ങളെ കാത്തോണേ. വെറുതെ വേണ്ട, ഞാൻ 25 മെഴുകുതിരി കത്തിച്ചോളാം. അയ്യോ, 5 ഞാൻ അതിൽ നിന്ന് കുറയ്ക്കുക. ഇതേ കണ്ടോ, ഇവിടെ രാത്രിയായ അപ്പ പവർ കട്ട. അയ്യോ, എടാ, ഒരു വീട്ടിൽ കള്ളം കയറിയ നിലവിളിക്കാനുള്ള അവകാശം ഹൗസ് ഓണർക്ക് മാത്രമാണ്. കേട്ടോടാ കള്ള. എടാ, നീ ഇവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുമെന്നൊക്കെ എനിക്കറിയാം. ശ്രമിച്ചോ, പക്ഷെ ഒച്ച ഉണ്ടാക്കരുത്. എന്റെ ഉറക്കമെങ്ങാനും പോയാ ഞാൻ പിന്നെ പറഞ്ഞില്ലെന്ന് വേണ്ട. ശരി, നാളെ കാണാം. ചേട്ടാ, ചേട്ടാ, നീ ഇന്നലെ ഉറങ്ങിയില്ലേ? ചേട്ടാ, എനിക്കൊരു കാര്യം പറയണ്ടായിരുന്നു. ഞാൻ ഒന്നി നിന്നെ തുറന്നു വിടണം, അല്ലെങ്കിൽ നിന്നെ പോലീസിനെ ഏൽപ്പിക്കണം. അതല്ലേ നീ പറയാൻ പോന്നെ? എടാ കൊച്ചനെ, പോലീസിന്റെ അടി നിനക്ക് വൈകുന്നേരം കിട്ടിയാ പോരെ? അതുവരയ്ക്കും നമുക്ക് മിണ്ടിയും പറഞ്ഞു ഇരിക്കാം. എനിക്കാണെങ്കിൽ പകരം സമയം പോകാൻ ഭയങ്കര പാടാ. ചേട്ടാ, പ്ലീസ് എന്നെ ഒന്ന് തുറന്നുവിടൂ. ആ മൂലയ്ക്കാ കക്കൂസ്. അയ്യേ, പോയ വർഷം ഞാൻ ഉണ്ടാക്കിയതാ. പിള്ളേര് വരാത്ത കാരണം അത് ഉദ്ഘാടനം ചെയ്തിട്ടില്ല. നിനക്കാ അതിനുള്ള ഭാഗ്യം. പോയി മുക്കിയും വളയും വിട്ട് അത് ഉദ്ഘാടിച്ചു. ഞാനിപ്പോ വരാം. ചേട്ടാ, അവന് കേറാൻ കണ്ടേ. Yeah, yes. Yeah, yes.
എങ്ങനെ ഉണ്ടായിരുന്നടാ കക്കൂസ്? ലുലുമാൽ പോലെ ഇല്ലേ? നല്ല അസൽ ചായ, പാലും പഞ്ചസാരയും ചേർക്കാത്ത എന്റെ സ്വന്തം റെസിപ്പി. ഒന്ന് കുടിച്ചു നോക്ക്. കുറച്ച് ഉപ്പെങ്കിലും ഇടായിരുന്നില്ലേ? എടാ, ഇതൊക്കെ ഇപ്പോഴേ ഒഴിവാക്കിയ ഭാവിയിൽ ഡോക്ടറിന് കൊടുക്കുന്ന കാശ് ലാഭിക്കാം. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാ ഇങ്ങനത്തെ ഒരു അബദ്ധം കാട്ടുന്നത്. മാത്രമല്ല, ഞാൻ ഇവിടുന്ന് ഒരു വസ്തു എടുത്തിട്ടില്ല, ചേട്ടനെ ഉപദ്രവിച്ചിട്ടുമില്ല. അതുകൊണ്ട് ചേട്ടൻ എന്നെ തുറന്നു വിടണം. ഞാൻ ചേട്ടൻ്റെ കാല് പിടിക്കാം. അതിനൊക്കെ ഞാൻ സമയം തരാം. ഇപ്പൊ നീ പറ, നീ എന്തിനാ എന്റെ വീട്ടിൽ കയറിയത്? ചേട്ടാ, അത് അങ്ങനെ ആലോചിച്ചിട്ടല്ല. നിന്ന് പരുങ്ങാതെ കാര്യം പറയടാ. സത്യം പറഞ്ഞ മനഃപൂർവ്വം അല്ല ചേട്ടാ. പിന്നെ? ഫയലിൻ കാരണമാണ്. പൈലിയ? ഏത് പൈലി? പൈലി അല്ല ചേട്ടാ, ഫയലിൻ കൊടുങ്കാറ്റ്. അപ്പൊ നീ കാറ്റത്ത് വന്ന് പുരപ്പുറത്ത് വീണതാണോ? അതല്ല ചേട്ടാ. ഒറീസയിലും ആന്ധ്രയിലും ഫയലിനുണ്ടാക്കിയ ദുരന്തം കണ്ട് എന്റെ മനസ്സ് പെടഞ്ഞു. ഞാനാകെ തകർന്നു പോയി. പിന്നീട് ആഴ്ചകളോളം ഊണും ഉറക്കം ഇല്ലാതെ ഒരു ഭ്രാന്തനെ പോലെ ഞാൻ അലഞ്ഞു തിരിഞ്ഞു നടന്നു. എന്താണ് ഒരു പ്രതിവിധി? അവസാനം ഞാൻ തീരുമാനിച്ചു, ആ പാവങ്ങളെ സഹായിക്കണം. പിന്നീട് ഒരു യാത്രയായിരുന്നു, വലിയ വലിയ വീടുകൾ തേടിയുള്ള യാത്ര. ഒടുവിൽ അതിവിടെ അവസാനിച്ചു. നീ കൊള്ളാമല്ലോടാ. എന്നാ ഞാൻ ഇനി ഒരു സത്യം കൂടി പറയട്ടെ. ഗുജറാത്തിൽ ഭൂകമ്പം ഉണ്ടായപ്പോഴും ഉത്തരാഖണ്ഡിൽ വെള്ളം പൊങ്ങി എല്ലാം നശിച്ചപ്പോഴും ഞാൻ ഇതുപോലെ പാവങ്ങളെ സഹായിച്ചിട്ടുണ്ട്. ഗംഭീരമായിട്ടുണ്ട്. നീ കഥയെ സിനിമാക്കാർക്ക് കൊടുക്ക്, 8 നില പൊട്ടും. എടാ, നീ ഇതുവരെ ചോറുണ്ടില്ലേ? എന്താടാ, നാവിറങ്ങിപ്പോയോ? ഒന്നിലെന്നെ തുറന്നുവിട്, അല്ലെങ്കിൽ പോലീസിൽ ഏൽപ്പിക്കുക. അല്ലാതെ ഇങ്ങനെ ചെയ്യുന്ന ഭയങ്കര അലമ്പാണ്. ഓ, നിന്റെ പറച്ചിൽ കേട്ടാ ഞാൻ നിന്നെ വിളിച്ചു വരുത്തിയ പോലാണല്ലോടാ. ചേട്ടാ, എനിക്ക് പോയിട്ട് വേറെ ജോലിയുണ്ട്. എന്താടാ, വേറെ എവിടെയെങ്കിലും പൈലി അറിയോ? 2 മണി ആയതേ ഉള്ളൂ. നേരെ വീട്ടാണ്ടേ നിന്റെ പണി തുടങ്ങാൻ. അതുവരയ്ക്കും നമുക്ക് കുറച്ചു നേരം കൂടെ വർത്താനം പറഞ്ഞിരിക്കാം. ശരി, ഞാൻ നിന്നെ തുറന്നുവിടാം. പക്ഷെ നീ സത്യം പറ, നീ ആരാ, എന്താ, എവിടുന്ന? എന്റെ പേര് ഹരി. ഹരിശ്ചന്ദ്രൻ എന്നല്ലല്ലോ. നന്നായി. വീട് അങ്ങ് ദൂരെ. എന്താ നിന്റെ പണി? അങ്ങനെയൊന്നുമില്ല, ഞാൻ എന്ത് പണിയും ചെയ്യും. നിനക്ക് പെയിന്റ് പണിയാണോ? പിന്നെ ഞാൻ പെയിന്റ് ചെയ്താ പിന്നെ ആ വീട്ടുകാർ ആയുഷ്കാലം മൊത്തം എന്നെ വിളിക്കും. നീ അതൊന്നുകൂടെ പറഞ്ഞേ. ഞാൻ ഒരു വീട് പെയിന്റ് ചെയ്താ പിന്നെ അത് പൊളിക്കുന്ന വരെ അവരെന്നെ വിളിക്കും. അയ്യോ, പോലെ ചേട്ടാ, പ്ലീസ് ചേട്ടാ, ഇതിനൊരു പരിഹാരം കാണും ചേട്ടാ.